പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ ഒരു വിമാന കൺസെപ്റ്റാണ്. അത് കൊളാബറേറ്റീവ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയും. ഈ കൊളാബറേറ്റീവ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇപ്പോൾ ബ്രിട്ടനിൽ നടക്കുന്ന ഫാൻബറോ ഇന്റർനാഷണൽ എയർ എക്സ്പോയിലെ ഒരു താരമാണ്. ഇവിടെ ഈ കൺസെപ്റ്റുകൾ BAE സിസ്റ്റംസ് ആണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. BAE സിസ്റ്റംസ് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ബോഫേഴ്സിന്റെ ഒക്കെ ഒരു ലയിച്ചുണ്ടായ ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്ന CCA എന്ന് പറയുന്ന കൊളാബറേറ്റീവ് കോമ്പാക്ട് എയർക്രാഫ്റ്റിലെ അത് വ്യത്യാസം വരുന്നത് നമ്മുടെ ഡ്രോണുകളും അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസും അടങ്ങുന്ന ഒരു ക്ലോസ് നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വിമാനങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് മാത്രം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതും ആശ്രയിക്കുന്നതും ഡ്രോൺസുകളും UAVs പിന്നെ മിസൈൽസ് ഒക്കെയാണ്. ഈ കൊളാബറേറ്റീവ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റ് വരുന്നത് ആളില്ലാത്ത ഒരു ഫൈറ്റർ വിമാനം തന്നെയാണ്. പക്ഷെ ആളില്ലാത്തതിന്റെ ഒരു അപാകത അവിടെ വരാത്ത രീതിയിലുള്ള മിഷൻ കൺട്രോളും മറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈ ബൈ വയർ സിസ്റ്റം എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ നേരിടുന്ന ഒരു പ്രതിസന്ധി പ്രതിരോധ വിമാനങ്ങളുടെ ഫൈറ്റർ വിമാനങ്ങളുടെ എഞ്ചിന്റെ സപ്ലൈയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ നിരാശപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ കൊളാബറേറ്റീവ് കോമ്പാക്ട് എയർക്രാഫ്റ്റിൽ ആ സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് പൈലറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അപകട സാധ്യത വളരെ കുറവാകും. സാധാരണ ഒരു ഫൈറ്റർ വിമാനത്തിന് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും റിമോട്ട് കൺട്രോളിലായിട്ട് തന്നെ, റിമോട്ട് കൺട്രോൾ മാത്രമല്ല, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് സ്വയം ഒരു പൈലറ്റിന്റെ ജോലിയെല്ലാം ഏറ്റെടുക്കുകയാണ്. റിമോട്ട് കൺട്രോളിനെ വളരെ കുറച്ച് ആശ്രയിക്കുകയും ഓട്ടോ മോഡിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലോട്ടാണ് CCA വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഇതൊരു വളരെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഇതൊരു കൺസെപ്റ്റ് മാത്രമാണ് തൽക്കാലം. ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പുകളൊക്കെയാണ് നമ്മളിപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വർക്കിംഗ് ഔട്ട് ഇപ്പൊ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ DRDO മറ്റ് ശാസ്ത്രജ്ഞന്മാരും ഒന്നും വെറുതെ ഇരിക്കത്തില്ല. അവർ തീർച്ചയായിട്ടും ഇതിനെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാര്യം IT രംഗത്തും ടെക്നോളജി രംഗത്തും ഇന്ത്യ വളരെ മുന്നിലാണ്. നമുക്ക് ആകെ ഒരു പുറകോട്ടടിക്കുന്ന ഒരു ചെറിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഫൈറ്റർ എഞ്ചിന്റെ സപ്ലൈയും അതിന്റെ ഡെവലപ്മെന്റുമാണ്. മറ്റു കാര്യങ്ങളിൽ ഇന്ത്യ ലോകത്തെ മറ്റേതൊരു രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന രീതിയിൽ നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ മിസൈൽ സ്ട്രെങ്തും നമ്മുടെ ഡ്രോൺസും ഒക്കെ ഘാതക് പോലുള്ള ഡ്രോൺസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുത്ത കാവേരി എഞ്ചിൻ ഡ്രോൺസിൽ ഘാതകിൽ നമ്മൾ വിജയകരമായിട്ട് പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് മറ്റുമൊക്കെ നടത്തി കൂടുതൽ ത്രസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് കൂടുതൽ സമയമെടുക്കും. പക്ഷേ ആ ഗ്യാപ്പിൽ ഈ CCA ഇന്ത്യക്ക് ഒരു വലിയ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. നന്ദി, നമസ്കാരം.